കഴിഞ്ഞ 1.5 വർഷം ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സർക്കാർ കേരളം ഭരിച്ചു. ഒരു കോഴയും വാങ്ങിച്ചില്ലല്ലോ, ഇനിയും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആർക്കും ഒന്നും കൊടുക്കണ്ട. നിയമപരമായി കിട്ടേണ്ടത് എല്ലാവർക്കും കിട്ടും. നിയമപരമായി കിട്ടേണ്ടാത്തത് ഒരാൾക്കും കിട്ടത്തില്ല. എത്ര വലിയ പ്രമാണിയായാലും കിട്ടത്തില്ല. ഇടതുപക്ഷ മുന്നണി സർക്കാരിന് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പോളിസിയുണ്ട്, മദ്യനയത്തെക്കുറിച്ചൊരു നയമുണ്ട്. ആ നയം പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ആർക്കും പൈസ കൊടുക്കേണ്ട. ഇവിടെ ആരും പൈസയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങളത് അംഗീകരിക്കത്തില്ല. അത് ഈ സർക്കാരിനെ കരിവാരിത്തേക്കാനുള്ള ഒരു തെറ്റായ പ്രചരണമാണ്. അത്തരത്തിൽ ഒരു ബാർക്കോഴയും ഒന്നും നടക്കില്ല ഇവിടെ. നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതല ഏൽക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ആൾ തന്നെയാണ് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലേക്ക് തന്റെ മന്ത്രിസ്ഥാനത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടാവുകയും കുടുംബപരമായ ചില പ്രശ്നങ്ങൾ അതിന് വിഘാതമായി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഗണേശന് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെടുകയായിരുന്നു. എന്നാൽ മുന്നണി മര്യാദ അനുസരിച്ച് രണ്ടാം പിണറായി വിജയൻ സർക്കാർ 2.5 വർഷം പിന്നിടുന്ന അവസരത്തിൽ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ലഭിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഈ മന്ത്രിസഭയെ LDF-നകത്ത് നിന്നുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആൾ MLA കെ.ബി. ഗണേഷ് കുമാർ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെ തനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും കെ.ബി. ഗണേഷ് കുമാർ അതിനിശിതമായി തന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പത്തനാപുരത്ത് ഒരു പൊതു ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ റോഡ് ഗതാഗതത്തെക്കുറിച്ച് സംസാരിക്കവേ ജില്ലയിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ അനുവദിച്ചിരുന്നത് ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്ന അവസരത്തിലായിരുന്നു എന്നാണ് കെ.ബി. ഗണേഷ് കുമാർ തുറന്നടിച്ചത്. അതുകൊണ്ട് ഇത്തരം അവസരങ്ങളിൽ നിങ്ങൾ ആരുടെയെങ്കിലും ചിത്രങ്ങൾ സ്റ്റേജിൽ പ്രിന്റ് ചെയ്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ജി സുധാകരനെ പോലെ നാടിന് നന്മ ചെയ്ത ആളുകളുടെ പടങ്ങളായിരിക്കണം വയ്ക്കേണ്ടത്. അവർക്കാണ് നിങ്ങൾ കൈയടിക്കേണ്ടത്, അവരെയാണ് ജയ് വിളിച്ച് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് അതിനിശിതമായി തന്നെ കെ.ബി. ഗണേഷ് കുമാർ എടുത്തു പറയുകയുണ്ടായി. ഇതിന് കാരണം ഗണേഷ് കുമാർ എത്തിയ ചടങ്ങിൽ സ്റ്റേജിൽ ഫ്ലെക്സിൽ വലിയ തലയാണ് മുഹമ്മദ് റിയാസിന്റെ പ്രിന്റ് ചെയ്തു വച്ചിരുന്നത്. ഇത് കണ്ട അസഹിഷ്ണുത കൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസിനെതിരെ അതിനിശിതമായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഞങ്ങൾ 5 വട്ടവും ജയിച്ചു കയറി വന്ന MLA-മാരാണ്. ഞങ്ങൾക്ക് പൊതുപ്രവർത്തന രംഗത്ത് അത്രത്തോളം പരിചയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവരെക്കാളൊക്കെ സീനിയറാണ് എന്നാണ് മുഹമ്മദ് റിയാസിന്റെ പേരെടുത്ത് പറയാതെ അന്ന് ആ ചടങ്ങിൽ കെ.ബി. ഗണേഷ് കുമാർ ഘോരം മുഹമ്മദ് റിയാസിനെതിരെ പ്രതികരിച്ചത്. അതുപോലെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മുഹമ്മദ് റിയാസിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതിനിശിതമായി വിമർശിക്കുവാൻ കോപ്പ് കൂട്ടിയിരുന്ന അല്ലെങ്കിൽ അവസരം പാർത്തിരുന്ന കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ മലക്കം മറിഞ്ഞ മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭയിലേക്ക് എത്തിയതോടുകൂടി ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാറിന് മട്ട് ആകെ മാറിയ രീതിയാണ് മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കിയതും അത് തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി KM മാണിക്കെതിരെ കോഴ വിവാദം ഉയർത്തുകയും KM മാണി കോഴ വാങ്ങിയെന്നും ബാർ മുതലാളിമാരിൽ നിന്നും കോഴ വാങ്ങിയെന്നും ആ കോഴ എണ്ണിത്തീർക്കുവാൻ വേണ്ടി KM മാണിയുടെ വീട്ടിൽ നോട്ട് എണ്ണുന്ന മെഷീൻ വരെ ഉണ്ടായിരുന്നു എന്നുള്ള വിവാദങ്ങളാണ് ഇടതുപക്ഷം അന്ന് അഴിച്ചുവിട്ടത്. എന്തായാലും അത്തരം വിവാദത്തെ തുടർന്ന് KM മാണിയെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുവാൻ പോലും ഇടതുപക്ഷത്തെ ആളുകൾ അനുവദിച്ചില്ല. നിയമസഭയിൽ അന്നുണ്ടായ കോലാഹലങ്ങൾ അതിനു മുമ്പോ അതിനുശേഷമോ നിയമസഭയിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഉണ്ടാക്കിയിട്ടില്ല. നിയമസഭയിൽ നാശനഷ്ടം വരെ ഉണ്ടാക്കിയ വേളകളായിരുന്നു അത്. അങ്ങനെ ആ കോഴ വിവാദത്തെ തുടർന്ന് KM മാണിക്ക് തന്റെ മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ടതായി വന്നിരുന്നു. ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയായ കെ.ബി. രാജേഷിനെതിരെയും ഇത്തരത്തിൽ ഒരു ആരോപണവുമായി ഇടുക്കിയിലെ ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നു. ഒരു അനിൽ നായർ എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ ഈ വിവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ബാർ ഉടമകളും 2.5 ലക്ഷം രൂപ വീതം പിരിച്ച് സർക്കാരിന് കൊടുക്കണം. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരിന്റെ മദ്യനയം പ്രഖ്യാപിക്കുന്നതാണ്. അതിൽ ഡ്രൈ ഡേ അടക്കമുള്ള വിഷയങ്ങളിൽ ബാർ നടത്തിപ്പുകാർക്ക് അനുകൂലമായ നടപടിക്രമങ്ങൾ സർക്കാർ കൈക്കൊള്ളും. എന്നാൽ സർക്കാരിന് കൊടുക്കേണ്ട വിഹിതം നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് എല്ലാ ബാർ ഉടമകളും 2.5 ലക്ഷം രൂപ വീതം എടുത്ത് സർക്കാരിന് കൊടുക്കണം. എന്നാൽ നമുക്ക് അനുകൂലമായ പല കാര്യങ്ങളും ഇനി വരുന്ന മദ്യനയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായി ഉണ്ടാകും എന്നാണ് ബാർ അസോസിയേഷന്റെ ഈ മെമ്പർ വ്യക്തമാക്കിയത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്
മാധ്യമപ്രവർത്തകർ KB ഗണേഷ് കുമാറിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആരുടെയും കോഴ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 2ാം വട്ടമാണ് കേരളം ഭരിക്കുന്നത്. ഇവിടെ ആരും കോഴ വാങ്ങിയിട്ടില്ലല്ലോ, ഇന്നേ വരെ അങ്ങനെ കോഴ വാങ്ങിച്ചിട്ടില്ല. ഇനി അതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് കോഴയുടെ ആവശ്യമില്ല. അതിനാൽ തന്നെ ഈ മന്ത്രിസഭയിലെ ആരും കോഴ വാങ്ങിക്കുന്ന പ്രശ്നമില്ല. കോഴ നൽകാതെ തന്നെ നിയമപരമായി ആർക്കെങ്കിലും കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അതിന് കോഴ കൊടുക്കണമെന്നില്ല. എന്നാൽ നിയമപരമായി ആർക്കും അർഹതയില്ലാത്ത യാതൊന്നും കോഴ കൊടുത്തതുകൊണ്ടും ഈ സർക്കാരിൽ നിന്ന് കരസ്ഥമാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയത്. അതായത് പിണറായി വിജയനെയും പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെയും അതിനിശിതമായി വിമർശിച്ചു കൊണ്ടിരുന്ന KB ഗണേഷ് കുമാർ ഇപ്പോൾ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ വെളുപ്പിക്കുന്ന മന്ത്രിയായി മാറിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിലേക്കും ദുബായിലേക്കും സിംഗപ്പൂരിലേക്കുമെല്ലാം ഒരു ഉല്ലാസയാത്ര പോയിട്ടുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ KB ഗണേഷ് കുമാറും ഭാര്യയും കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം KB ഗണേഷ് കുമാറും ഇന്തോനേഷ്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് വിദേശയാത്രകളിൽ, ഉല്ലാസയാത്രകളിൽ പോലും ഇപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനൊപ്പവും സഞ്ചരിക്കുന്ന KB ഗണേഷ് കുമാർ പിന്നെ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു നയത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുക എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്ന ചോദ്യം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഉണ്ടായ മാസപ്പടി വിവാദം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും CPM-നെയും ഇടതുപക്ഷത്തിനെയും കൂടുതൽ അവതാളത്തിലാക്കിയിരുന്നു, വെട്ടിലാക്കിയിരുന്നു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതയെ പോലും ഇത്തരം വിവാദം ബാധിച്ചു എന്ന് ഇടതുപക്ഷത്തിന്റെ സമുന്നതരായ നേതാക്കൾ പോലും പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ അവസരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ന്യായീകരിച്ചുകൊണ്ട് KB ഗണേഷ് കുമാർ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറെ അതിശയകരം. മാസപ്പടി വിവാദത്തിൽ വീണ വിജയനെതിരെ കേസ് നടക്കുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനും ED-യും IT-യും എല്ലാം വീണ വിജയനെതിരെ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേസെടുത്തിരിക്കുന്നത് എന്നറിയുമ്പോൾ ഈ മന്ത്രിസഭയുടെ കാലത്ത് ആരും കോഴ കൈപ്പറ്റിയിട്ടില്ല, ആരും കോഴ വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഭരിക്കുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ കോഴ വാങ്ങി എന്നുള്ളത് എല്ലാവർക്കും സുവിദിതമായ കാര്യമാണ്. അത്തരം ഒരു ആരോപണം കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് KB ഗണേഷ് കുമാർ എന്ന മന്ത്രി ഇപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ വെളുപ്പിക്കുവാൻ വേണ്ടി വളരെ അധികം പാടുപെടുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിക്കാണിക്കുന്നത്. KB ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ ഈ ജനപ്രതിനിധിയായിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും അഴിമതിക്കെതിരെ എല്ലായ്പ്പോഴും പരസ്യമായി തുറന്ന് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഗണേഷ് കുമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബാറുകാർ വീണ്ടും ബാർക്കോഴ എന്നൊക്കെ പറഞ്ഞിട്ട് സമയം നീട്ടി ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് പിരിവ് തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും കൊടുക്കാൻ പാടില്ല. ഇടതുപക്ഷ സർക്കാർ അങ്ങനെ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾക്ക് നിൽക്കുന്ന ആളല്ല. അതിനുവേണ്ടി ആരും പിരിക്കുകയും വേണ്ട, പിരിച്ചാൽ വിട്ട് കൊടുക്കുകയില്ല. ഇടതുപക്ഷ മുന്നണി സർക്കാരിന് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പോളിസിയുണ്ട്, മദ്യനയത്തെക്കുറിച്ചൊരു നയമുണ്ട്. ആ നയം പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അതിനാരും ആർക്കും പൈസ കൊടുക്കേണ്ട. ഇവിടെ ആരും പൈസയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നില്ല, ഞങ്ങളത് അംഗീകരിക്കത്തില്ല. അത് ഈ സർക്കാരിനെ കരിവാരി തയ്ക്കാനുള്ള ഒരു തെറ്റായ പ്രചരണമാണ്. അത്തരത്തിൽ ഒരു ബാർക്കോഴയും ഒന്നും നടക്കില്ല ഇവിടെ. ഒരു സംശയം ആർക്കും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മദ്യ നയമുണ്ട്. ആ നയം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് നടപ്പിലാക്കും. ഇപ്പം IT പാർക്കുകളിൽ പബ്ബുകളും ബിയർ പാർലറെല്ലാം കൊടുക്കാൻ തീരുമാനിച്ച നയം അത് പ്രഖ്യാപിച്ച നയമാണ്. മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച നയമാണ്. അതിന് പിന്നെ ആശങ്കയുടെ കാര്യമില്ല. ആരും ആർക്കും ഒന്നും കൊടുക്കണ്ട. നിയമപരമായി കിട്ടേണ്ടത് എല്ലാവർക്കും കിട്ടും. നിയമപരമായി കിട്ടേണ്ടാത്തത് ഒരാൾക്കും കിട്ടത്തില്ല. എത്ര വലിയ പ്രമാണിയാലും കിട്ടത്തില്ല. അതിനുവേണ്ടി ഇവിടെ അങ്ങനെ സ്വാധീനമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ LDF-ൽ ചർച്ച വരും. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാറില്ല. ഒരു സംശയം ആർക്കും വേണ്ട. ഒരു കോഴയും ഒരു വിവാദം ഉണ്ടാവില്ല. ആർക്കും കോഴ ആവശ്യമില്ല, കോഴ കൊടുക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ 1.5 വർഷം ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സർക്കാർ കേരളം ഭരിച്ചു. ഒരു കോഴയും വാങ്ങിച്ചില്ലല്ലോ, ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്യാവശ്യമില്ല ഞങ്ങൾക്ക്. ശരി.